സ്വന്തം വീട്ടിൽ നിന്നും പിണങ്ങിയിറങ്ങി അകലെയുള്ള ബന്ധുവിൻ്റെ വീട്ടിൽ ചെന്ന് കയറിയ യുവാവ് ആ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പന്നിപ്പടക്കം പൊട്ടി മരിച്ചു. ഏകദേശം ഇതേ അവസ്ഥയാണ് ഇന്ന് മുൻ നിലമ്പൂർ MLA PV അൻവറിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. LDFിനെ ഒന്ന് കുലുക്കി CPMനെ തെറി വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒന്ന് വിരട്ടാൻ ശ്രമിച്ച് മുന്നണി വിട്ട് ഇറങ്ങിയ PV അൻവർ UDF കേന്ദ്രത്തിലേക്കാണ് ചെന്ന് കയറിയത്. അവിടെ ചെന്ന് കയറിയ ശേഷമാണ് പുള്ളിക്ക് മനസ്സിലായത് ഇത് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതമായിരുന്നു എന്ന്. അകത്തായിപ്പോയി. ഇനിയിപ്പോൾ രക്ഷപ്പെട്ടു ഓടാനും പറ്റുന്നില്ല. വരുന്നത് വരട്ടെ എന്ന് കരുതി ഇവിടെ നിൽക്കാൻ മാത്രമേ ഇനി വഴിയുള്ളൂ. പക്ഷേ ഇപ്പോൾ അതല്ലല്ലോ പ്രശ്നം. കയറി ചെന്ന വീട്ടിലെ പ്രശ്നങ്ങൾ ഒഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. PV അൻവറിൻ്റെ വിഷയം ഒന്നും തങ്ങളെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല എന്ന രീതിയിലാണ് കോൺഗ്രസിനുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ പോയുന്നത്. അതായത് PV അൻവർ അല്ല, അതിനേക്കാൾ വലിയ വേറെ കാര്യങ്ങൾ ഞങ്ങൾക്കുണ്ട് എന്ന്. PV അൻവറിനെ സഹകരിപ്പിക്കാൻ UDFിൽ തത്വത്തിൽ തീരുമാനം ആയതോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ആദ്യ കടമ്പ കടന്ന ആശ്വാസത്തിലായിരുന്നു കോൺഗ്രസും പിന്നെ നമ്മുടെ അൻവറും. ഘടകകക്ഷി നേതാക്കൾ, കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്നിവരുമായി വിശദമായി ചർച്ച ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ അന്തിമ തീരുമാനമെടുക്കാൻ കോഴിക്കോട് ചേർന്ന UDF യോഗം പ്രതിപക്ഷ നേതാവ് VD സതീശനെ ചുമതലപ്പെടുത്തിയിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ നിലപാടും തുടർ നടപടികളും വ്യക്തമാക്കാൻ തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി ഒരു കൂടിക്കാഴ്ച PV അൻവർ കൊൽക്കത്തയിൽ വച്ച് നടത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ഈ അറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു UDF അൻവറെ സഹകരിപ്പിക്കാൻ തീരുമാനിച്ചത്. തൃണമൂൽ ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയുമായി അൻവർ ചർച്ച നടത്തുമെന്നായിരുന്നു വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നത്. ഈ ചർച്ചയിൽ മമതാ ബാനർജിയും പങ്കെടുത്തേക്കുമെന്നും അൻവർ പറഞ്ഞിരുന്നു. ഈ യോഗത്തിന് മുന്നോടിയായി UDF പ്രവേശനത്തിൽ ഉറപ്പ് ലഭിക്കണമെന്ന ഉപാധി അൻവർ മുന്നോട്ട് വച്ചിരുന്നു. മറിച്ചെങ്കിൽ തൃണമൂൽ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ ചിലപ്പോൾ തന്നെ മത്സരിപ്പിക്കാൻ തൃണമൂൽ ദേശീയ നേതൃത്വം തീരുമാനിക്കുമെന്നുള്ള കാര്യവും അൻവർ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ എന്തെങ്കിലും തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്ന് കോൺഗ്രസിന് മനസ്സിലായി. അതോടെയാണ് അൻവറെ UDFിൽ സഹകരിപ്പിക്കാം എന്ന് UDF തീരുമാനിച്ചത്. അങ്ങനെ അൻവർ UDFിൻ്റെ ഭാഗമായി. അതായത് UDFിൽ പുറത്തുനിന്ന് സഹകരിക്കുന്ന രണ്ട് പാർട്ടികൾ ഒന്നായി. UDF യോഗ തീരുമാനം സന്തോഷകരമെന്ന് പ്രതികരിച്ച അൻവർ നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പാക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. മാത്രമല്ല, നിലമ്പൂർ സീറ്റിൻ്റെ കാര്യത്തിൽ ഇനി യാതൊരുവിധ വിലപേശലിന് ഇല്ലെന്ന വ്യക്തമായ സന്ദേശവും അൻവർ നൽകി. അതായത് നേരത്തെ താൻ നിലമ്പൂർ സീറ്റ് ജോയിക്ക് നൽകണമെന്ന് പറഞ്ഞതുപോലെയുള്ള ഒന്നും ഇനി തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്ന സൂചനയാണ് അൻവർ നൽകിയത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരാഴ്ചക്കുള്ളിൽ നടന്നത്. എന്നാൽ ഇപ്പോഴിതാ ഇത് സംബന്ധിച്ച് പുതിയൊരു വാർത്ത പുറത്തു വരികയാണ്. PV അൻവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിട്ട് സമീപിച്ചിരിക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എത്രയും വേഗം നടത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിരിക്കുകയാണ് PV അൻവർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉടൻ നടത്തണമെന്നും അല്ലാത്തപക്ഷം നിയമ നടപടിയുമായി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അറിയിച്ചാണ് PV അൻവർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിരിക്കുന്നത്. എല്ലാവരും തെരഞ്ഞെടുപ്പ് കുറച്ച് താമസിച്ച് നടത്തിയാലും കുഴപ്പമില്ല, ആ സമയം കുറച്ച് പ്രവർത്തിക്കാനുള്ള സമയം കിട്ടുമല്ലോ എന്നായിരിക്കും കരുതുന്നത്. ആ സമയത്താണ് താൻ രാജിവെച്ച ഒഴിവിലേക്ക് തെരഞ്ഞെടുപ്പ് എത്രയും വേഗം നടത്തണമെന്നാവശ്യപ്പെട്ട് അൻവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതും തെരഞ്ഞെടുപ്പ് നടത്തിയില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതും. ഇതെന്താ സംഭവമെന്ന് ആലോചിച്ച് അന്തം വിടേണ്ട. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതിന് കാരണമുണ്ട്. PV അൻവറിൻ്റെ ഭാവി ജീവിതത്തെ തന്നെ സ്വാധീനിക്കുന്ന ഒരു കാരണം. PV അൻവറിനെ സംബന്ധിച്ച് നിലമ്പൂരിൽ എത്രയും വേഗം തെരഞ്ഞെടുപ്പ് നടക്കണമെന്നുള്ളതാണ്. കാരണം എത്രത്തോളം തെരഞ്ഞെടുപ്പ് നടക്കാൻ താമസിക്കുന്നു അത്രത്തോളം തൻ്റെ ക്രെഡിബിലിറ്റി ഇവിടെ നഷ്ടപ്പെടുകയാണെന്ന് അൻവറിന് വ്യക്തമായി അറിയാം. ഇപ്പോൾ തന്നെ പല കാര്യങ്ങളിലും ഇന്നലെ പറഞ്ഞ നിലപാടിൽ നിന്ന് അൻവറിന് മാറേണ്ടി വന്നിട്ടുണ്ട്. അൻവർ ഇടതുപക്ഷത്തായിരുന്ന സമയത്ത് മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ മാധ്യമത്തിനെതിരെ രംഗത്ത് വന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. എന്നാൽ അതേ ഓൺലൈൻ മാധ്യമത്തെ പിന്തുണച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം അൻവർ രംഗത്തെത്തി. ഇന്നലെ പറയുന്ന കാര്യങ്ങളല്ല ഇന്ന് അൻവർ പറയുന്നത് എന്നുള്ളതാണ് നേരെ. ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനിയും ദിവസങ്ങൾ താമസിക്കും തോറും നിലമ്പൂരിലെ ജനങ്ങൾക്ക് മുന്നിൽ ഉറപ്പു നൽകിയിരുന്ന പല കാര്യങ്ങളിലും അൻവറിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ അൻവറിൻ്റെ ഈ നിലപാടില്ലായ്മ നിലമ്പൂരിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഉറപ്പായും തിരഞ്ഞെടുപ്പിൽ അൻവറിനെതിരെ അവർ പ്രവർത്തിക്കും. അൻവറിനെതിരെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ അൻവർ ഏത് മുന്നണിയെയാണോ സഹായിക്കുന്നത് ആ മുന്നണിക്കെതിരെ ജനങ്ങൾ തിരിയും. നിലമ്പൂരിലെ ജനങ്ങൾക്ക് മുന്നിൽ മാത്രമല്ല അൻവർ സഹായിക്കാമെന്ന് പറഞ്ഞ് കൂടെ കൂട്ടിയ UDFിന് മുന്നിലും പുള്ളിക്കാരൻ നാണം കെടും. ഇത് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് അൻവർ തിരഞ്ഞെടുപ്പ് എത്രയും വേഗം നടത്തണം എന്ന ആവശ്യം
ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. മാത്രമല്ല നിലവിലെ സാഹചര്യത്തിൽ അൻവറെ ചൂഴ്ന്നു നിൽക്കുന്ന മറ്റൊരു ദുരൂഹത കൂടിയുണ്ട്. ഉപതെരഞ്ഞെടുപ്പിന് മുൻപായി മുന്നണി പ്രവേശനം എന്നുള്ളതായിരുന്നു പി.വി. അൻവറിന്റെ ലക്ഷ്യം. ഇതിനായി അൻവർ യു.ഡി.എഫിന് മുന്നിൽ നിബന്ധനകളും വച്ചിരുന്നു. ഒന്നുകിൽ താൻ നിർദ്ദേശിക്കുന്നയാളെ സ്ഥാനാർത്ഥിയാക്കണം, അല്ലെങ്കിൽ തനിക്ക് മുന്നണി പ്രവേശനം എന്നതായിരുന്നു അൻവറിന്റെ നിബന്ധന. എന്നാൽ ഇതോടകം തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായ അൻവറിനെ മുന്നണിയിലെ ഘടകകക്ഷിയായി പരിഗണിക്കാൻ യു.ഡി.എഫിന് സാധിക്കില്ല എന്ന് യു.ഡി.എഫ് അറിയിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡ് അനുമതി ലഭിച്ചാൽ തൃണമൂൽ കോൺഗ്രസിനെ സംസ്ഥാനത്ത് അസോസിയേറ്റ് പാർട്ടിയാക്കാനാണ് പദ്ധതി. ഈ അസോസിയേറ്റ് പാർട്ടി മുന്നണിക്കകത്ത് നിൽക്കുന്ന പാർട്ടിയായിരിക്കില്ല. നിലവിൽ RMP മാത്രമാണ് യു.ഡി.എഫിലെ അസോസിയേറ്റ് പാർട്ടി. ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ യു.ഡി.എഫ് യോഗം പ്രതിപക്ഷ നേതാവ് VD സതീശനെയാണ് ചുമതലപ്പെടുത്തിയത്. അതിനിടയിലാണ് ഒരു പ്രശ്നം പൊങ്ങി വന്നത്. പി.വി. അൻവറെ യു.ഡി.എഫിൽ സഹകരിപ്പിക്കാം എന്ന് മുന്നണി തീരുമാനിക്കുന്നത് മെയ് 2-നാണ്. അതിനു മുൻപ്, അതായത് യു.ഡി.എഫ് യോഗം നടക്കുന്നതിന് മുൻപ് പി.വി. അൻവർ പറഞ്ഞിരുന്നത് താൻ മെയ് 3-ാം തീയതി രാവിലെ കൊൽക്കത്തയിലേക്ക് പോകുമെന്നാണ്. മമതാ ബാനർജി പി.വി. അൻവറെ കൊൽക്കത്തയിലേക്ക് വിളിച്ചിരിക്കുകയാണെന്നും അവിടെ അഭിഷേക് ബാനർജിയുമായി കൂടിക്കാഴ്ച ഉണ്ടെന്നുമാണ് വാർത്തകൾ പുറത്തു വന്നത്. ചിലപ്പോൾ ആ യോഗത്തിൽ മമതാ ബാനർജി പങ്കെടുത്തേക്കുമെന്നും പി.വി. അൻവർ പറഞ്ഞിരുന്നു. എന്നാൽ 3-ാം തീയതി രാവിലെ കേൾക്കുന്ന വാർത്ത പി.വി. അൻവറിന്റെ ബംഗാളിലേക്കുള്ള യാത്ര ക്യാൻസലായി എന്നാണ്. അൻവറിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും അതുകൊണ്ട് ബംഗാളിലെത്തി മമതയെ കാണാൻ സാധിക്കില്ലെന്നുമാണ് പിന്നീട് പുറത്തു വന്ന വാർത്ത. എന്നാൽ ചില തൃണമൂൽ കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് അൻവറെ മമത ബംഗാളിലേക്ക് ക്ഷണിച്ചിരുന്നില്ല എന്നാണ്. അത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ചയും നിശ്ചയിച്ചിരുന്നുമില്ല. യു.ഡി.എഫിനെ സമ്മർദ്ദത്തിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അൻവർ താൻ ബംഗാളിലേക്ക് പോകാൻ പോവുകയാണെന്ന പ്രസ്താവന നടത്തിയത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പി.വി. അൻവർ ബംഗാളിലേക്ക് പോയി മമതാ ബാനർജിയുമായി കൂടിക്കാഴ്ച നടത്തിയാൽ ചിലപ്പോൾ മമത പുള്ളിക്കാരനോട് കേരളത്തിൽ മത്സരിക്കാൻ പറയുമെന്നും അങ്ങനെ സംഭവിച്ചാൽ അതിന് നഷ്ടം തങ്ങൾക്കാണെന്നും യു.ഡി.എഫ് കരുതുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. പി.വി. അൻവറിനെയും തൃണമൂൽ കോൺഗ്രസിനെയും പുറത്തു നിർത്തി സഹകരിപ്പിക്കാമെന്ന് യു.ഡി.എഫ് തീരുമാനം കൈക്കൊണ്ടതും അൻവർ മുന്നോട്ട് വച്ച കൊൽക്കത്ത യാത്രയുടെ പശ്ചാത്തലത്തിലാണ്. എന്നാൽ ഇതിനിടയിൽ പുറത്തു വന്ന മറ്റൊരു കാര്യമുണ്ട്. തൃണമൂൽ കോൺഗ്രസിനെ യു.ഡി.എഫിന്റെ ഭാഗമാക്കണമെന്ന് യു.ഡി.എഫിനോട് ആവശ്യപ്പെട്ടത് അൻവർ മാത്രമാണ്, തൃണമൂൽ ദേശീയ നേതൃത്വമല്ല. യു.ഡി.എഫ് തൃണമൂൽ കോൺഗ്രസിനെ പുറത്തു നിർത്തി സഹകരിപ്പിക്കാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത്രയും നാൾ യു.ഡി.എഫിൽ കയറിപ്പറ്റണമെന്ന് നിലവിളിച്ച് നടന്ന അൻവർ ഇപ്പോൾ എന്താണ് വേണമെങ്കിൽ പുറത്തുനിന്ന് സഹകരിക്കാമെന്ന് തീരുമാനിച്ചത്? ഈ പുറത്തുനിന്ന് സഹകരിക്കുന്ന പാർട്ടികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് സ്വതന്ത്ര നിലപാടുകൾ ഉണ്ടാകുമെന്നുള്ളതാണ്. അതായത് മുന്നണി യോഗങ്ങളിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. അതേസമയം ക്ഷണിക്കുന്ന മുന്നണി യോഗങ്ങളിൽ വേണമെങ്കിൽ പങ്കെടുക്കാം. പല കാര്യങ്ങളിലും മുന്നണിയുടെ അഭിപ്രായത്തിന് വിരുദ്ധമായി സ്വതന്ത്ര നിലപാടുകളും കൈക്കൊള്ളാം. എന്നാൽ പ്രധാന സംഗതി മറ്റൊന്നാണ്. ഒരു പാർട്ടി ഒരു മുന്നണിയിൽ ചേരണമെങ്കിൽ ആ പാർട്ടിയുടെ ഉയർന്ന ഘടകത്തിൽ നിന്നും കത്ത് വാങ്ങി മുന്നണിക്ക് നൽകണം. ഇപ്പോൾ സംസ്ഥാന പാർട്ടി ആണെങ്കിൽ സംസ്ഥാന ഘടകത്തിൽ നിന്നും കത്ത് വാങ്ങി നൽകണം. ദേശീയ പാർട്ടി ആണെങ്കിൽ ദേശീയ ഘടകത്തിൽ നിന്നും വേണം കത്ത് വാങ്ങി മുന്നണിക്ക് നൽകാൻ. തൃണമൂൽ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്. അപ്പോൾ ഉറപ്പായും തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ കയ്യിൽ നിന്നും കത്ത് വാങ്ങി യു.ഡി.എഫിന് നൽകേണ്ടി വരും. ഇപ്പോൾ പുറത്തുനിന്നും സഹകരിക്കുന്ന പാർട്ടി ആയതിനാൽ ഇവർക്ക് ദേശീയ നേതൃത്വത്തിൽ നിന്നും കത്ത് വാങ്ങി മുന്നണിക്ക് നൽകേണ്ട ആവശ്യമില്ല. അൻവർ നേരത്തെ ഒരു കത്ത് യു.ഡി.എഫിന് നൽകിയിരുന്നു. അതായത് കത്ത് നൽകിയത് അൻവർ സ്വന്തം നിലയ്ക്കാണ്. എന്നാൽ ദേശീയ പാർട്ടി ആണെങ്കിൽ മുന്നണിയിൽ ഉൾപ്പെടുത്താൻ ദേശീയ നേതൃത്വം തന്നെ കത്ത് നൽകണം. ചുരുക്കി പറഞ്ഞാൽ അൻവർ താൻ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു.ഡി.എഫിൽ ചേരുന്ന കാര്യം തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടില്ല എന്നാണ് ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. പി.വി. അൻവറുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഈ തൃണമൂൽ കോൺഗ്രസ് ബന്ധം അൻവറിന് തുടർന്നു പോകാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. വരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ അൻവർ യു.ഡി.എഫിലെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേരും. അത് ചിലപ്പോൾ കോൺഗ്രസ് പാർട്ടിയാകാം, അല്ലെങ്കിൽ നേരത്തെ പുറത്തു വന്ന വിവരങ്ങൾ പോലെ CMPയോ അങ്ങനെയുള്ള ഏതെങ്കിലും ചെറിയ പാർട്ടികളാവാം. അതുമല്ലെങ്കിൽ പുതിയൊരു പാർട്ടിയാകാം. പശ്ചിമ ബംഗാളിന് പുറത്ത് സംസ്ഥാനതല മുന്നണി ബന്ധങ്ങൾ വരുമ്പോൾ ഒരു മുന്നണിയിലും ചേരാതെ സ്വതന്ത്രമായി നിൽക്കുക എന്ന നിലപാടാണ് തൃണമൂൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. കേരളത്തിലെ പ്രവർത്തക യോഗം ഉദ്ഘാടനം ചെയ്യാൻ തൃണമൂൽ നേതാവ് ഡെറിക് ഒബ്രിയാൻ കേരളത്തിലെത്തിയപ്പോൾ ഇപ്പോൾ മുന്നണിയിൽ ചേരുന്ന കാര്യം പരിഗണനയില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു മുന്നണിയിൽ ചേരേണ്ട എന്നു തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് കർശന നിലപാട് കൈക്കൊണ്ടിരിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ അൻവറിൻ്റെ നിലപാടുകളും പ്രവൃത്തികളുമൊക്കെ വലിയ രീതിയിൽ ദുരൂഹത ഉയർത്തുകയാണ്. സ്വന്തം ഭാഗം ജയിക്കാൻ വേണ്ടി എത്ര ശത്രുവിനെ വേണമെങ്കിലും മിത്രമാക്കാനുള്ള മനസ്സിപ്പോൾ അൻവറിനുണ്ട്. പക്ഷേ അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ്.
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പി വി അൻവറിൻ്റെ ഭാവി എന്താകുമെന്നുള്ള ചോദ്യം.